കൃഷ്ണയുടെ കൂടെ സിനിമയിൽ അഭിനയിച്ച പല ആൾക്കാർ, സിനിമ സംവിധാനം ചെയ്ത ആൾക്കാർ, സിനിമയിൽ പ്രവർത്തിച്ച ആൾക്കാർ, അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവരിപ്പോൾ ബാംഗ്ലൂരാണോ, അമേരിക്കയിലാണോ, ലണ്ടനിലാണോ? ഓ, അറിയില്ല കേട്ടോ. എവിടെയോ ഉണ്ട് അല്ലേ? എവിടെ ഉണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ ഹലോ ഐ എം അലൈവ്. പൊതുവെ ഒതുങ്ങിക്കൂടിയും കൊണ്ട് ശാന്തികൃഷ്ണൻ ജീവിക്കുകയാണ്. ശാന്തികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ ആകസ്മികമായിട്ടാണ് സിനിമയിൽ വന്നതെന്ന്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ നടികളും ഒരുപക്ഷെ അങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാകുക. ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നവരെക്കാൾ സിനിമയിൽ വിജയിച്ചത് ആകസ്മികമായി വന്നത്. ആ ആകസ്മികതയായിരിക്കാം ശാന്തികൃഷ്ണയ്ക്ക് മുമ്പോട്ടുള്ള പോക്കിലൊരു ഊർജ്ജമായിട്ട് മാറിയിട്ടുണ്ടാവുക. പക്ഷെ നിദ്ര കഴിഞ്ഞപ്പോഴേക്കും ശാന്തികൃഷ്ണൻ നിദ്രയിൽ നിന്ന് എഴുന്നേറ്റു. അത് ഞാൻ പറയാം. ആക്ച്വലി എന്നെ നിദ്ര പടത്തിന് വേണ്ടി വിളിച്ചപ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് തമിഴിൽ ഗംഗയമരൻ സർ വിളിച്ചായിരുന്നു പനീർ പുഷ്പങ്ങൾ എന്ന പടത്തിൽ. 2 പടവും ഒരുമിച്ച് ആണ് എന്നെ ബുക്ക് ചെയ്തിരുന്നത്. നിദ്ര ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ ഷൂട്ടിങ്. അത് കഴിഞ്ഞ് കുറച്ചാകുമ്പോഴേക്കും ഞാൻ പനീർ പുഷ്പങ്ങളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് മലയാളത്തിലും തമിഴിലുമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ആയി തന്നെ പറയാം. ആൻഡ് 2ഉം നല്ല ബാനറും നല്ല ഡയറക്ടേഴ്സും ഒക്കെ ആയിരുന്നു. ഡയറക്ടേഴ്സ് സന്താന ഭാരതി ആൻഡ് പി വാസു. ഇന്ന് അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരാൾ അഭിനയിക്കുന്നു, ഒരാൾ വലിയ ഡയറക്ടർ ആയിട്ടായിരുന്നു. പക്ഷെ അന്ന് അവരുടെയും ഫസ്റ്റ് പടമായിരുന്നു ഭാരതി വാസു. ഗംഗാവരൻ സാറിൻ്റെ അത് ഫസ്റ്റ് പടമായിരുന്നു ആസ് എ പ്രൊഡ്യൂസർ. സോ അതിലും എന്നെ ക്ഷണിച്ചു. അപ്പോൾ അതിനും ഞാൻ ഊട്ടിയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ ഇൻഫാക്ട് ഇറ്റ് വാസ് ഒരു എന്താ പറയുക, ദിസ് വാസ് ഓൾസോ ലൈക്ക് ഐ സെഡ് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ നിദ്ര അഭിനയിക്കാൻ വേണ്ടി മാത്രം മദ്രാസിൽ വന്നു. അതേ സമയത്ത് അവർ പനീർ പുഷ്പങ്ങളിൽ വിളിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു പടം കഴിഞ്ഞ് അടുത്ത പടം, ഒരു പടം കഴിഞ്ഞ് അടുത്ത പടം, അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് യു സെഡ് പ്ലാൻഡ് അല്ലായിരുന്നു. പ്ലാൻഡ് അല്ല, പലപ്പോഴും പ്ലാൻഡ് ആക്കുമ്പോഴാണ് ഒന്നും നടക്കാതെ പോകുന്നത്. പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നടന്നു പോയി. നല്ല ക്യാരക്ടേഴ്സ് വന്നുകൊണ്ടിരുന്നു. ഞാൻ അതിങ്ങനെ അങ്ങനെ തെന്നിന്ത്യൻ സിനിമയിൽ വളരെ തിരക്കേറിയ നടിയായിട്ട് ശാന്തികൃഷ്ണൻ മാറി. മലയാളത്തിൻ്റെ പ്രിയ നടി എന്നുള്ള ഒരു പട്ടം ശാന്തികൃഷ്ണൻ അറിയാതെ ശാന്തികൃഷ്ണയ്ക്ക് വെച്ച് തന്നു ആൾക്കാർ. അതിൽ ചില മുഹൂർത്തങ്ങൾ, ചില പാട്ടുകൾ, സീക്വൻസസ്, ചില റോളുകൾ, ചില തലങ്ങളൊക്കെ ശാന്തികൃഷ്ണയ്ക്ക് അതിൽ സഹായകരമായി വന്നു. വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ചില്ല്. ഈ പടത്തിൻ്റെ ഒരു തീവ്രത എനിക്ക് തോന്നുന്നു ജലജ, ശാന്തികൃഷ്ണ, നെടുപടി വേണു, ഈ 3 പേരും ആ കാലഘട്ടത്തിലെ യുവതലമുറയുടെ ഹരങ്ങളായി മാറി. അതിലെ പാട്ടുകളും. ഈ പാട്ട് ഇപ്പോഴും മൂളാത്തൊരു ചെറുപ്പക്കാരുണ്ടാവില്ല. ഇപ്പോൾ ന്യൂ ജനറേഷനൊക്കെ വന്നുവെങ്കിൽ പോലും എനിക്കൊന്ന് ശാന്തികൃഷ്ണൻ പോലും ഇപ്പോൾ വീട്ടിലിടയ്ക്ക് ഒന്നും മൂളുന്ന പാട്ട് തന്നെ. അടുക്കളയിൽ നമ്മൊരു കാര്യം ചെയ്യാം, സ്റ്റുഡിയോയിൽ ഒന്ന് മൂളിക്കളയാം. എൻ്റെ ഫേവറേറ്റ് പടം ഞാൻ പറഞ്ഞില്ലേ, ചില്ല്. മോസ്റ്റ്ലി എവിടെയെങ്കിലും പടം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് അറിയാവുന്ന 2 ലൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വട്ടം. ശരി, വരട്ടെ. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുളുത്തുവാൻ മോഹം. മരമൊന്നുളുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ കൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമെഴും കൈപ്പും ഒളിപ്പും മധുരവും നുകരുവാനെപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ച് എന്ത് മധുരമെന്നോതുവാൻ മോഹം. ആ ആ ഓ, സൂപ്പറായി. ശാന്തികൃഷ്ണയെ കൊണ്ട് എന്തുകൊണ്ട് ആരും പാടിപ്പിച്ചില്ല? ഞാൻ പാടിയിട്ടുണ്ട് സ്റ്റേജിലൊക്കെ, ചില ഷോസ് വരുമ്പോൾ. ഞാൻ പാടാനൊരു ഓഫർ തരട്ടെ. ആണോ? ആ, സീരിയസ് ആയിട്ട്.
അത്രയ്ക്കും ഉണ്ടോ? യു സങ് വെൽ. എന്ന കാരണം വെച്ചാൽ യാതൊരു ഓർക്കസ്ട്രയുടെ പിന്നെ സപ്പോർട്ടും ഇല്ല. ഞാൻ മേ ബി എൻ്റെ ഒരു കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. ഞാൻ 4 കൊല്ലം പഠിച്ചിട്ടുണ്ട് കർണാട്ടിക് മ്യൂസിക് ഇൻ ബോംബെ. അതിനുശേഷം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇല്ലായിരുന്നു. ശാന്തികൃഷ്ണയുടെ അഭിനയ വൈഭവം അതുപോലെ നൃത്ത വൈഭവത്തെ കുറിച്ചൊക്കെ മലയാള പ്രേക്ഷകർക്ക് അറിയാം. പക്ഷേ ഇങ്ങനെ പാട്ട് പാടാനുള്ള ഒരു കഴിവിനെ കുറിച്ച് കണ്ട JB ജംഗ്ഷനിൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കഴിവ് ഇപ്പോൾ പ്രേക്ഷകർ അറിയാൻ പോകുന്നത്. താങ്ക് യു. ഇനി ഒരുപാട് സംഗീത സംവിധായകന്മാർ മിക്കവാറും ശാന്തികൃഷ്ണയുടെ പുറകെ വരാൻ സാധ്യത. അടുത്തത് പ്ലേ ബാക്ക് സിംഗിങ് അതെ അതെ അതെ.